നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിങ്ങൻ രാശിക്കാരെ, ഈ ഒരാഴ്ച നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റത്തിന് സാക്ഷിയാകാൻ പോകുന്ന സമയമാണ്. ഇതുവരെ നീണ്ടുപോയ ഒരു കാര്യം പെട്ടെന്ന് മുന്നോട്ടു പോകാം. കാത്തിരുന്ന ഒരു വാർത്ത നിങ്ങളെ തേടിയെത്താം. അതിലും പ്രധാനമായി സാമ്പത്തികമായി നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു അവസരം ഈ ആഴ്ചയുടെ പ്രത്യേകതയാകാം. പക്ഷേ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. ചില ദിവസങ്ങളിൽ ക്ഷമ ആവശ്യമായി വരും. എന്നാൽ ആ ദിവസങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന നേട്ടം വളരെ വലുതായിരിക്കും. ചിങ്ങം രാശിക്കാരുടെ ആത്മവിശ്വാസവും തീരുമാനം എടുക്കാനുള്ള കഴിവും ഈ ആഴ്ച കൂടുതൽ ശക്തമാകും. മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം തന്നെ ജീവിതം മുന്നിൽ കൊണ്ടുവരും. പ്രത്യേകിച്ച് ജോലി, ബിസിനസ്, പണം എന്നീ കാര്യങ്ങളിൽ ഈ ആഴ്ച എടുക്കുന്ന ചില തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാം. ജോലിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ആദ്യം ഇത് ഒരു സമ്മർദ്ദമായി തോന്നിയാലും അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ട്. മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറുന്നതാണ്. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളെക്കുറിച്ച് ഈ വാരം വിവരം ലഭിക്കാം. ഏറെ നാളായി കാത്തിരുന്ന ഇൻ്റർവ്യൂ, നിയമനം, ട്രാൻസ്ഫർ തുടങ്ങിയ കാര്യങ്ങളിൽ പ്രതീക്ഷ നൽകുന്ന സൂചനകൾ ഈ വാരം കാണുന്നു. ബിസിനസ് ചെയ്യുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പങ്കാളിത്ത കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. പുതിയ ആളുകളുമായി ഇടപാടുകൾ തുടങ്ങുമ്പോൾ വാക്കുകളിൽ മാത്രം വിശ്വസിക്കാതെ രേഖകൾ പരിശോധിക്കുക. എന്നാൽ ഇതിനോടൊപ്പം തന്നെ പുതിയ ഉപഭോക്താക്കളും പുതിയ ബന്ധങ്ങളും ലഭിക്കാൻ സാധ്യത കാണുന്നു. പഴയതായി നിശ്ചലമായിരുന്ന ഒരു ബിസിനസ് കാര്യത്തിൽ വീണ്ടും ചലനം വരാം. വിദേശ ബന്ധമുള്ള ബിസിനസ്സുകാർക്കും ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല അവസരങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച ചിങ്ങം രാശിക്കാർക്ക് പതുക്കെ ഒരു ആശ്വാസം വരുന്നതായി കാണാം. കുടിശ്ശികയായി കിടന്നിരുന്ന പണം ലഭിക്കാനുള്ള സാധ്യത ഈ വാരം കാണുന്നു. ഒരേ സമയം പല ചെലവുകളും വന്നേക്കാം. എന്നതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് നിയന്ത്രണം വേണം. വീടുമായി ബന്ധപ്പെട്ട ചെലവോ വാഹനവുമായി ബന്ധപ്പെട്ട ചെലവോ ഈ വാരത്തിൽ വരാം. വരുമാനം പൂർണ്ണമായി തടസ്സപ്പെടുന്ന സാഹചര്യം ഇല്ല. നിക്ഷേപം നടത്താൻ ആലോചിക്കുന്നവർ തിടുക്കത്തിൽ തീരുമാനമെടുക്കാതെ കാര്യങ്ങൾ പഠിച്ച ശേഷം മാത്രം മുന്നോട്ടു പോകേണ്ടതാണ്. വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചിലർക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ ഈ വാരം ലഭിക്കാം. സാമ്പത്തികമായി ഒരാളുടെ സഹായം ലഭിക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. ഏറെ നാളായി വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വസ്തുവിലേക്ക് നിങ്ങൾ നീങ്ങാനുള്ള സാധ്യതയും ഈ ആഴ്ച കാണാം. കുടുംബജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് വലിയ പ്രശ്നമായി മാറില്ല. നിങ്ങൾ പറയുന്ന ഒരു വാക്ക് മറ്റൊരാൾക്ക് തെറ്റായി മനസ്സിലാക്കാൻ സാധ്യത ഉള്ളതിനാൽ വാക്കുകൾ ശ്രദ്ധ വേണം. വീട്ടിലെ മുതിർന്ന ഒരാളുടെ അഭിപ്രായം കേൾക്കുന്നത് നിങ്ങൾക്ക് ഈ വാരം ഗുണം ചെയ്യും. കുടുംബത്തിലെ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്താനും സാധ്യത കാണുന്നു. വിവാഹം ആലോചിക്കുന്ന ചിങ്ങൻ രാശിക്കാർക്ക് പുതിയ ആലോചനകൾ വരാം. നേരത്തെ വന്ന ഒരു ബന്ധം വീണ്ടും ചർച്ചയാകാനുള്ള സാധ്യതയും കാണുന്നു. വിവാഹിതർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ കഴിഞ്ഞാൽ ബന്ധം കൂടുതൽ ശക്തമാകുന്നതാണ്.
പ്രണയബന്ധത്തിലുള്ളവർക്ക് ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ കാത്തിരുന്ന ഒരു മറുപടി ഈ വാരം ലഭിക്കാം. ചിലരുടെ കാര്യത്തിൽ ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പഴയ കാര്യങ്ങൾ വീണ്ടും എടുത്തു പറഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കണം. മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഈ വാരം ഏറ്റവും നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച ശ്രദ്ധയും പരിശ്രമവും കൂടിയാൽ മികച്ച ഫലം നേടാൻ കഴിയും. പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുന്നതായി തോന്നിയാലും ഭയപ്പെടേണ്ട. ഒരു സ്ഥിരമായ പഠനക്രമം പാലിച്ചാൽ ആത്മവിശ്വാസം തിരിച്ചു വരുന്നതാണ്. പരീക്ഷ, ഇൻ്റർവ്യൂ, മത്സര പരീക്ഷ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഈ ആഴ്ച നല്ല പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ വലിയ ആശങ്ക വേണ്ട. എങ്കിലും ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ ഒഴിവാക്കേണ്ടതാണ്. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക. അമിതമായ ക്ഷീണം തോന്നുമ്പോൾ വിശ്രമം എടുക്കുക. ദിവസത്തിൽ കുറച്ച് സമയം നടക്കുകയോ പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുകയോ ചെയ്യുന്നത് മനസ്സിന് നല്ല ആശ്വാസം നൽകുന്നതാണ്. ഇനി ഈ ആഴ്ചയിലെ പ്രധാന ദിവസങ്ങളിലേക്ക് വരാം. ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ ചിങ്ങം രാശിക്കാർക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും പുതിയ കാര്യങ്ങൾ തുടങ്ങാനും അനുകൂലമായി മാറാം. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ലഭിക്കുന്ന ഒരു വാർത്ത നിങ്ങളുടെ മനസ്സിലെ ആശങ്ക കുറയ്ക്കാൻ സാധ്യത കാണുന്നു. ഈ ആഴ്ചയുടെ ഭാഗ്യനിറം സ്വർണ്ണ നിറമോ മഞ്ഞയോ ആയിരിക്കും. ഭാഗ്യ നമ്പർ 1. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിൽ ആത്മവിശ്വാസം നിലനിർത്തുക. ആത്മീയമായി ഈ വാരം നോക്കുമ്പോൾ സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നത് ചിങ്ങം രാശിക്കാർക്ക് വളരെ ശുഭഫലം നൽകും. രാവിലെ സൂര്യോദയ സമയത്ത് സൂര്യനെ പ്രാർത്ഥിച്ച് വെള്ളം അർപ്പിക്കുകയും മനസ്സിൽ നല്ലൊരു പ്രാർത്ഥന നടത്തുകയും ചെയ്യാം. കഴിയുന്നവർ ഞായറാഴ്ച ക്ഷേത്ര ദർശനം നടത്തുക. ചിങ്ങം രാശിക്കാരെ, ഈ ആഴ്ചയുടെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: താമസിച്ചതുകൊണ്ട് ഒരു കാര്യം നഷ്ടപ്പെട്ടുവെന്ന് കരുതരുത്. ശരിയായ സമയത്ത് ശരിയായ വാതിൽ തുറക്കാനുള്ള സാധ്യത ഇപ്പോഴാണ് ശക്തമാകുന്നത്. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു അവസരത്തിന് ഈ ആഴ്ച തുടക്കം കുറിക്കാം. അതുകൊണ്ട് നിരാശപ്പെടാതെ മുന്നോട്ടു പോകുക. ഈ ആഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയൊരു അവസരം പോലും നിങ്ങൾ അവഗണിക്കരുത്. അതാണ് പിന്നീട് വലിയ മാറ്റത്തിന് കാരണമാകുന്നത്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകൂ. ഭാഗ്യം നിങ്ങളോടൊപ്പം നിൽക്കട്ടെ. ഇതുപോലുള്ള രാശിഫലങ്ങൾ ദിവസവും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ രാശി ഈ ആഴ്ചയിലെ അനുഭവം കമൻറ്റിൽ രേഖപ്പെടുത്തൂ. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.